വാട്സപ്പിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു ഫീച്ചർ വാട്സപ്പിനകത്ത് വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. എങ്കിലും അധികം ആൾക്കാർക്കും ഇപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള കാര്യം അറിയില്ല. ഈ ഒരു ഓപ്ഷന്റെ പ്രത്യേകത എന്തെന്നാൽ, ഇപ്പം നമ്മുടെ ബന്ധുവിനോ സുഹൃത്തിനോ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിന്റെ സ്ക്രീന് വീഡിയോ കോളിലൂടെ നമുക്ക് കാണിച്ചു തരണമെങ്കിൽ മറ്റൊരു മൊബൈൽ ഫോണിലൂടെ വീഡിയോ എടുക്കേണ്ടി വരും. എന്നാൽ അതിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മൊബൈൽ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും തത്സമയം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല പ്രയോജനങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു മെസ്സേജ് ആണ് നമുക്ക് വായിച്ചു കൊടുക്കേണ്ടതെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതേ സമയം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മെസ്സേജിൽ എന്താണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടതെങ്കിൽ അതും നമുക്ക് ഇതുപോലെ തത്സമയം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എന്തിന് ഗാലറിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെത് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഇതുപോലെ കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. വീഡിയോ കോളിലൂടെ പരസ്പരം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഈ ഫീച്ചറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം എന്റെ ഫോണിൽ നിന്ന് രണ്ടാമത്തെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ്. സാധാരണ വാട്സപ്പിലെ വീഡിയോ കോൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫോണിൽ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, കോൾ വന്നിട്ടുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ ബാർ ഉണ്ടല്ലോ, ഈ ബാറിൽ 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സ്ക്രീന് അവർക്ക് ഷെയർ ആകുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ മെനു എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് രണ്ടാമത്തെ ഫോണിലും മെനു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് മറ്റുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് അതൊക്കെ തത്സമയം ഇതിലേക്ക് വരികയാണ്. ഇനി ഞാൻ ഫോണിൽ നിന്ന് സെറ്റിംഗ്സ് ആണ് എടുക്കുന്നതെങ്കിൽ സെറ്റിംഗ്സും മറ്റേ ആൾക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്താം. ഇന്നതിനെ കുറിച്ചിട്ടാണ് എനിക്ക് അറിയേണ്ടത്, എന്താണ് അറിയേണ്ടത്, പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മെസ്സേജ്, ഗാലറി ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഫോണിലും അതേ ഗാലറി ഓപ്പൺ ആയിട്ട്. ഇനി ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ചിത്രമോ വീഡിയോ ഒക്കെ ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് തത്സമയം ഈ ഫോണിലും അത് കാണിക്കുന്നതാണ്. ഇനി നമ്മുടെ ഫോണിന്റെ സ്ക്രീന് തിരിച്ചും നമുക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ആൻഡ്രോയിഡ് 15 ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആദ്യത്തെ സിംഗിൾ ആപ്പ് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കൊടുക്കണം. എന്നിട്ട് വേണം സ്റ്റാർട്ട് കൊടുക്കാൻ. പുതിയ ഫോണിൽ അങ്ങനെ ചെറിയൊരു മാറ്റമുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം തത്സമയം അവർക്ക് ആ സ്ക്രീന് ഷെയർ ആയിട്ട് ഇപ്പൊ എൻ്റെ ഫോണിൽ ചെയ്യുന്നതൊക്കെ അവർക്കും ഇതുപോലെ കാണാം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ മൊബൈൽ ഫോൺ തത്സമയം മറ്റൊരാൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.